നമസ്കാരം, എൻ്റെ പേര് തന്മയ എസ്. ഞാൻ 10th ഇസഡിൽ പഠിക്കുന്നു. മുറിവുകളിലൂടെയാണ് പ്രകാശം അകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രശസ്ത സൂഫി ഗുരു ജലാലുദ്ദീൻ റൂമിയുടെ വാക്കുകളാണിവ. ഒരു കുഞ്ഞു കഥ പറയാം. ലണ്ടനിൽ ഹന്ന എന്നു പേരുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. കടുത്ത മദ്യപാനിയായിരുന്നു ഹന്നയുടെ ഭർത്താവ്. ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കാതെ അവർ ആ ബന്ധം വേർപെടുത്തി. തൻ്റെ കുട്ടികളെ വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പൊരുതിയാണ് ഹന്ന വളർത്തിക്കൊണ്ടുവരുന്നത്. ഒരു ദിവസം ഒരു തിയേറ്ററിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിന് തടസ്സം അനുഭവപ്പെടുകയും അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തു. അങ്ങനെ വളരെ വേദനയോടെ അവർക്ക് ആ അരങ്ങ് ഒഴിയേണ്ടി വന്നു. വളരെ അപ്രതീക്ഷിതമായാണ് ഹന്നയുടെ 5 വയസ്സുള്ള കുട്ടി അന്ന് സ്റ്റേജിൽ കയറിയത്. കുട്ടി പാട്ട് പാടാൻ തുടങ്ങി. കാണികൾക്ക് ഇഷ്ടപ്പെട്ടു. പൈസ എറിഞ്ഞു നൽകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ കുട്ടി പാടുന്നത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇനി അത് പെറുക്കിയെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ പാടുകയുള്ളൂ എന്ന്. ഇത് കേട്ടപ്പോൾ കാണികൾ ചിരിച്ചു. അങ്ങനെ കുട്ടിയുടെ തമാശകളും നിഷ്കളങ്കതയും കൊണ്ട് അവൻ ആ വേദിയെ കീഴടക്കി. മറ്റാരുമല്ല ആ കുട്ടി, ലോക പ്രശസ്ത ചലച്ചിത്ര പ്രതിഭ ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നവർ ഉറപ്പായും ജീവിതത്തിൽ വിജയിച്ചിരിക്കും. മുറിവുകളിലൂടെയാണ് പ്രകാശം ഉള്ളിലേക്ക് കടക്കുന്നത് എന്ന റൂമിയുടെ വാചകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.